Hello everyone, welcome back. So we have been dealing with the fourth unit, India towards a new era, and today in this video class we are moving to the next topic, the changing people. The leaders of the social reform movements contributed to develop a vision emphasizing the universal brotherhood based on humanism that stood beyond caste and religion. സോ ജാതിക്കും മതത്തിനും അതീതമായിട്ട് മാനവികതയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് അതിനെ എംഫസൈസ് ചെയ്തുകൊണ്ട് ഒരു വിശ്വസാഹോദര്യത്തിൻ്റെ കാഴ്ചപ്പാട്, അതായത് ബ്രദർഹുഡ്, യൂണിവേഴ്സൽ ബ്രദർഹുഡ്, അതായത് വിശ്വസാഹോദര്യം, അത്തരത്തിലൊരു വിഷൻ, ഒരു കാഴ്ചപ്പാട് ഇന്ത്യക്കാരിൽ വളർത്തിയെടുക്കാൻ സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് കഴിഞ്ഞു. റിഫോം മൂവ്മെൻറ്റ്, സോഷ്യൽ റിഫോം മൂവ്മെൻറ്റിൻ്റെ ലീഡേഴ്സിന് അതിന് സാധിച്ചു. ഓൾ ദ റിഫോമേഴ്സ് gave emphasis to the importance of education and established educational institutions. അപ്പോൾ ഈ ലീഡേഴ്സ്, ഈ സോഷ്യൽ റിഫോം ലീഡേഴ്സ് എല്ലാവരും അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്ന വിദ്യാഭ്യാസത്തിനായിരുന്നു. അതുപോലെ അതിന് വേണ്ടിയിട്ട് അവർ പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിദ്യാലയങ്ങളൊക്കെ സ്ഥാപിച്ചു. ദിസ് ഇൻ ടേൺ അക്സലറേറ്റഡ് ദ പ്രോഗ്രസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ ഇത് ഇന്ത്യയിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് കാരണമായി. They reminded Indians of their rich cultural heritage and thereby developed self-respect and national pride. അങ്ങനെ ഇത് സ്വന്തം രാജ്യത്തെക്കുറിച്ച്, ഇന്ത്യ എന്ന സ്വന്തം രാജ്യത്തെക്കുറിച്ചുള്ള അവരുടെ അഭിമാനബോധവും അതുപോലെ ആത്മവിശ്വാസവും ഇന്ത്യക്കാരിൽ വളർത്താൻ സഹായകരമായി. Thus the social reformers played a major role in awakening the Indians. അങ്ങനെ ഇന്ത്യൻ ജനതയിൽ ഒരു പുതിയ ഉണർവ് സൃഷ്ടിക്കുന്നതിൽ സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് വലിയ പങ്ക് വഹിക്കുകയുണ്ടായി. സോ ഹിയർ ദ ക്വസ്റ്റ്യൻ ഈസ്, ദ സോഷ്യൽ റിഫോമേഴ്സ് പ്ലേഡ് എ മേജർ റോൾ ഇൻ അവേക്കനിങ് ദ ഇന്ത്യൻസ്. ഹൗ, എങ്ങനെയാണ് അവർ ഇന്ത്യൻ ജനതയെ ഒരു ഉണർവ് സൃഷ്ടിക്കുന്നതിൽ എങ്ങനെയാണ് അവർ പങ്കുവഹിച്ചത്? യു ക്യാൻ അണ്ടർലൈൻ ഫ്രം ഹിയർ. All the reformers gave emphasis to the importance of education and they established educational institutions, and this in turn accelerated the progress of education in India. And they also reminded the Indians, the people of India, of their rich cultural heritage. In cultural heritage എന്ന് പറയുന്നത് ഇന്ത്യയുടെ പൈതൃകം. And thereby developed a self-respect and national pride. And thus these reformers played a major role in awakening the Indians. Emergence of nationalism, അതായത് ദേശീയബോധം. നാഷണലിസം എന്ന് പറയുന്നത് ദേശീയബോധം, അതിൻ്റെ വളർച്ച, അത് വളരുന്നു, ദേശീയബോധം വളരുന്നു. The different social reform movements and their leaders whom we discussed instilled a new spirit among the Indians. We have also discussed the political and economical conditions of the period in the previous chapters. Yes, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ കണ്ടു സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവരുടെ നായകന്മാരെ, ലീഡേഴ്സും അവരുടെ പ്രവർത്തനങ്ങളും ഇന്ത്യക്കാരിൽ പുതിയ ഒരു അവബോധം സൃഷ്ടിച്ചു എന്ന് നാം കാണുകയുണ്ടായി. അതുപോലെ അക്കാലത്ത് ഇന്ത്യയിൽ രൂപപ്പെട്ട രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങളെക്കുറിച്ചും നമ്മൾ പഠിച്ചു. Can you recollect them? എന്തൊക്കെയായിരുന്നു? ദ ബ്രിട്ടീഷ് കോൺകർഡ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആൻഡ് യൂണിഫൈഡ് ഇന്ത്യ പൊളിറ്റിക്കലി. ബ്രിട്ടീഷുകാർ ചെറിയ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, ചെറിയ നാട്ടുരാജ്യങ്ങളൊക്കെ കീഴ്പ്പെടുത്തി അവയെല്ലാം ഒറ്റ ഭരണത്തിൽ കൊണ്ടുവരികയുണ്ടായി. അതോടെ രാഷ്ട്രീയമായി ഇന്ത്യ അവർ ഏകോപിപ്പിച്ചു. യൂണിഫൈഡ് ഇന്ത്യ പൊളിറ്റിക്കലി, രാഷ്ട്രീയമായിട്ട് ഇന്ത്യയെ അവർ ഏകീകരിച്ചു. ദ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ of the British government created an anti-British attitude among Indians. അപ്പം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ചൂഷണം, എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, ഇന്ത്യക്കാരിൽ പൊതുവെ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ഉണ്ടാക്കുകയുണ്ട്. ആൻറ്റി ബ്രിട്ടീഷ് ആറ്റിറ്റ്യൂഡ്, ബ്രിട്ടീഷുകാർക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു മനോഭാവം ഇന്ത്യക്കാരിൽ വളർത്തി. Then the spread of English education and the development in transport and communication brought the people together. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനവും അതുപോലെ ഗതാഗതം, ട്രാൻസ്പോർട്ട് ഗതാഗതവും ആൻഡ് കമ്മ്യൂണിക്കേഷൻ, വാർത്താവിനിമയ രംഗത്തിലുള്ള സൗകര്യങ്ങളുടെ വളർച്ചയും വിവിധ ജനവിഭാഗങ്ങളെ ഒരുമിപ്പിക്കുകയുണ്ടായി. The strategies adopted by the British to suppress the first war of Indian independence created a national consciousness and made people think that they belong to the same country.
അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, അതിനെ അടിച്ചമർത്തുവാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ സ്വീകരിച്ച ചില സ്ട്രാറ്റജീസ്, ചില മാർഗങ്ങൾ ഇന്ത്യയിലെ ജനതകളെ ഒന്നിപ്പിക്കുവാനും അതുപോലെ തന്നെ ഇന്ത്യൻ ജനതയിൽ അവർക്കിടയിൽ ഒരു രാജ്യത്തിൻ്റെ ഉൾപ്പെടുന്നവരാണ് തങ്ങൾ എന്നുള്ള ബോധം ഉണ്ടാക്കുവാനും സാധിച്ചു. ഇറ്റ് ക്രിയേറ്റഡ് എ നാഷണൽ കോൺഷ്യസ്നെസ് among the people of India. And these factors help to develop a sense of unity among the Indians. അതുകൊണ്ട് ഇങ്ങനെ ഇന്ത്യക്കാരെല്ലാം ഒരൊറ്റ ജനതയാണ് എന്നുള്ള ഒരു ബോധം ഉളവാക്കാൻ ഈ ഘടകങ്ങളെല്ലാം, ഈ ഫാക്ടേഴ്സ് എല്ലാം തന്നെ സഹായകരമായി. Indian nationalism is the sense of oneness beyond religious, linguistic and regional diversities. We know India is a country of diversities. ഒരുപാട് വൈവിധ്യങ്ങൾക്ക് ഉള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ എന്ന് നമുക്കറിയാം. മതപരമായിട്ടായാലും ഭാഷാപരമായിട്ടായാലും പ്രാദേശികമായിട്ടും ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. ഈ വൈവിധ്യങ്ങൾക്കെല്ലാം തന്നെ അതീതമായിട്ട് ഇന്ത്യൻ ജനത അല്ലെങ്കിൽ ഇന്ത്യക്കാരെല്ലാം തന്നെ ഒന്നാണെന്നുള്ളൊരു ബോധം, അതാണ് ഇന്ത്യൻ ദേശീയത, ഇന്ത്യൻ നാഷണലിസം. So what do you mean by Indian nationalism? Indian nationalism is the sense of oneness beyond religious, linguistic and regional diversities. Then what were the factors responsible for the development of nationalism among Indians? The answer is here. The British conquered, the first point, the British conquered princely states and unified India politically. The economic exploitation of British government created an anti-British attitude among Indians. The spread of English education and the development in transport and communication brought people together. And finally, the strategies adopted by the British to suppress the first war of Indian independence created a national consciousness and made people think that they belonged to the same country. Then, the development of nationalism accelerated the Indians' effort to liberate from the British, and this enhanced the relevance of various movements for independence. അപ്പോൾ ദേശീയബോധം വളർന്നതോടുകൂടി, നാഷണലിസം വളർന്നതോടുകൂടി ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്ന് മോചനം നേടാനുള്ള ഇന്ത്യക്കാരുടെ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുകയുണ്ടായി. ഇത് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു. Then formation of association. The writers instrumental in the development of nationalism. ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച ചില സാഹിത്യകാരന്മാരാണ്, റൈറ്റേഴ്സ് ആണ്. Then formation of association, അതായത് സംഘടനകളുടെ രൂപീകരണം. A number of regional organizations came into existence at various parts of India as a result of this growing awakening. ഇന്ത്യക്കാർക്കിടയിൽ ഉണ്ടായ ഒരു ഉണർവ്, ആ ഒരു അവേക്കനിങ്ങിൻ്റെ ഫലമായിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പ്രാദേശിക സംഘടനകൾ രൂപം കൊണ്ടു. മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂന സാർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ വേർ എ ഫ്യൂ എമംഗ് ദം. അതിൽ ചിലതായിരുന്നു മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂന സാർവജനിക സഭ ആൻഡ് ഇന്ത്യൻ അസോസിയേഷൻ. ഓൾ ദീസ് ഓർഗനൈസേഷൻസ് ഗേവ് പ്രയോറിറ്റി ടു ദ റീജിയണൽ പ്രോബ്ലംസ്. അപ്പം ഈ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ മുൻഗണന കൊടുത്തിരുന്നത് പ്രാദേശിക ആവശ്യങ്ങൾക്കായിരുന്നു. They gave priority to the regional problems. This necessitated forming of a national organization. അപ്പോൾ ഇത് ദേശീയ തലത്തിൽ, നാഷണൽ ലെവലിൽ ഒരു സംഘടന രൂപീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത അങ്ങനെ ബലപ്പെടുകയുണ്ടായി. Then formation of Indian National Congress. Indian National Congressന്റെ ഉദയം. 72 representatives of various organizations across India assembled in the vast auditorium of Tejpal Sanskrit College, Bombay on 28th December 1885. In 1885 ഡിസംബർ 28-ന് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് തേജ്പാൽ കോളേജിൽ, അവിടുത്തെ വിശാലമായിട്ടുള്ള അവിടുത്തെ കോളേജ് ഓഡിറ്റോറിയത്തിൽ 72 റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് വേരിയസ് ഓർഗനൈസേഷൻ, ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും പല പ്രസ്ഥാനങ്ങളിൽ നിന്നുമായി 72 റെപ്രസെൻറ്റേറ്റീവ്സ് അവിടെ ഒന്നിച്ചു കൂടുകയുണ്ടായി. ആൻഡ് they were of diverse attire, religion and language. അവർ പല ഭാഷക്കാരും പല മതക്കാരും പല വേഷക്കാരും, ഡൈവേഴ്സ് അറ്റയർ പല വേഷത്തിലുള്ളവർ, റിലീജിയൻ പല മതക്കാർ, പല ലാംഗ്വേജസ്, പല ഭാഷയിൽ പെട്ടവരായിരുന്നു. W.C. Banerjee presided
ഓവർ ദിസ് മീറ്റിംഗ് ഇനിഷ്യേറ്റഡ്. അപ്പം WC ബാനർജിയാണ് ഇതിൽ ഈ മീറ്റിങ്ങിൽ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. ആൻഡ് it was initiated, this meeting was initiated by the former British civil servant A.O. Hume. അതുപോലെ A.O. ഹ്യൂം എന്ന മുൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഇതിന് ഇത്തരത്തിലൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുവാൻ മുൻകൈ എടുത്തത്, അതിന് ഇനിഷ്യേറ്റ് ചെയ്തത്. ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫോംഡ് ഇൻ ദിസ് മീറ്റിംഗ്. അങ്ങനെ ഈ യോഗത്തിൽ ഈ മീറ്റിംഗിൽ വെച്ചിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു. So the Indian National Congress, the first meeting of Indian National Congress was presided over by W.C. Banerjee, and the meeting was initiated by the former British civil servant A.O. Hume. And it was on 28th December 1885. So underline all these points. The major aims of Indian National Congress. Indian National Congressന്റെ പ്രധാന ലക്ഷ്യങ്ങൾ, മെയിൻ എയിംസ്: to promote fellow feeling among the volunteers from different parts of the country. The first one എന്ന് പറയുന്നത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർ, അവരിൽ ഒരു സൗഹൃദ ബോധം, ഫെലോ ഫീലിംഗ്, അതായത് ഒരു സൗഹൃദ ബോധം അല്ലെങ്കിൽ സൗഹൃദ കൂട്ടായ്മ അവർക്കിടയിൽ വളർത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു. To develop a national spirit beyond the religious, caste and regional loyalties. ജാതി മത പ്രാദേശിക ഭേദമന്യേ ആ ചിന്തകൾക്ക് അതീതമായിട്ട് അവർ ദേശീയബോധം വളർത്തുക. ഡെവലപ്പ് എ നാഷണൽ സ്പിരിറ്റ്, ദേശീയബോധം വളർത്തിയെടുക്കുക. ടു ബ്രിങ് ദ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യൻസ് ടു ദ നോട്ടീസ് ഓഫ് അതോറിറ്റീസ്. ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽ പെടുത്തുക. വിത്ത് ദ ഫോർമേഷൻ ഓഫ്, സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്, ദ മേജർ എയിംസ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അണ്ടർലൈൻ all these points. With the formation of the Indian National Congress, the agitations against the British attained an organized nature. Such organized agitations against the British power can be called the national movement. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന്, അജിറ്റേഷൻസ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്, അത് എല്ലാം ഒരു ഓർഗനൈസ്ഡായി, അതായത് ഒരു സംഘടിത സ്വഭാവം അതിന് കൈവന്നു. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭങ്ങളെ ദേശീയ പ്രസ്ഥാനം എന്ന് നമുക്ക് വിളിക്കാം. അതാണ് നാഷണൽ മൂവ്മെന്റ് എന്ന് പറയും. ഇത്തരത്തിലുള്ള ബ്രിട്ടീഷ് ഭരണത്തിന് എതിരെ നടന്ന ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അജിറ്റേഷൻസ്, അല്ലെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സംഘടിത പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ സമരങ്ങൾ, ഇവയെല്ലാം നമുക്ക് we can be called it as the national movement. Based on the style and strategies of the agitations, the national movement can be divided into 3 phases. അപ്പോൾ ആ സമര രീതികൾ, അതിൻ്റെ ഒരു സ്റ്റൈലും അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രാറ്റജീസ്, അതിൻ്റെ അടിസ്ഥാനങ്ങളൊക്കെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ, സമര രീതികളുടെ ആ ഒരു അടിസ്ഥാനത്തിൽ, അതിൻ്റെ ബേസിൽ നമുക്ക് ഈ മൂവ്മെൻറ്റ്സിനെ 3 ഘട്ടങ്ങളായിട്ട് നമുക്ക് തിരിക്കാം, 3 phases ആയിട്ട്. ഫസ്റ്റ് വൺ, ദ പീരീഡ് ഓഫ് മോഡറേറ്റ് നാഷണലിസം, അതായത് മിതവാദ ദേശീയതയുടെ കാലഘട്ടം. ദ പീരീഡ് ഓഫ് എക്സ്ട്രീം നാഷണലിസം, തീവ്ര ദേശീയതയുടെ കാലഘട്ടം. ആൻഡ് ഗാന്ധിയൻ ഇറ. ഇങ്ങനെ 3ആയിട്ട് നമുക്ക് ഈ നാഷണൽ മൂവ്മെൻറ്റ്സിനെ അതിൻ്റെ ബേസ്ഡ് ഓൺ ദ സ്റ്റൈൽ ആൻഡ് സ്ട്രാറ്റജീസ്, അതിൻ്റെ രീതികൾ ബേസ് ചെയ്തിട്ട് നമുക്കതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ദ പീരീഡ് ഫ്രം 1885 to 1905 വാസ് ഓഫ് മോഡറേറ്റ് നാഷണലിസം. അപ്പം മോഡറേറ്റ് നാഷണലിസത്തിൻ്റെ കാലഘട്ടം, ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് ഫ്രം 1885 to 1905. The leaders of this period were English educated. അപ്പം ആ സമയത്ത് ഇതിൻ്റെ ആദ്യകാല നേതാക്കൾ എന്ന് പറയുന്നത്, ദ പീരീഡ് ഓഫ് മോഡറേറ്റ് നാഷണലിസത്തിൻ്റെ ലീഡേഴ്സ് എന്ന് പറയുന്നതെല്ലാം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരായിരുന്നു. ദ പ്രോമിനൻറ്റ് എമംഗ് ദം വെർ ദാദാഭായ് നവറോജി. അതിൽ പ്രധാനികളായിരുന്നു ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തയാബ്ജി ആൻഡ് ഫിറോസ് ഷാ മേത്ത. Their policy was to bring the common problems and demands to the notice of the British government by means of petitions, resolutions and protest. അപ്പോൾ അവരുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ പോളിസി എന്ന് പറയുന്നത് was to bring the common problems and demands. ജനങ്ങൾക്കിടയിൽ, ഇന്ത്യൻ ജനതകൾക്കിടയിലുള്ള പ്രധാന പ്രശ്നങ്ങൾ, അവരുടെ പ്രോബ്ലംസ് എല്ലാം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക. ബൈ മീൻസ് ഓഫ് പെറ്റീഷൻസ്, പരാതികളിലൂടെ, അതുപോലെ റെസൊല്യൂഷൻസ്, അതായത് പ്രമേയങ്ങളിലൂടെയും, പ്രൊട്ടസ്റ്റ് മീൻസ് പ്രതിഷേധങ്ങളിലൂടെയും.
ഈ രീതിയിലുള്ള പെറ്റീഷൻസിലൂടെയും റെസൊല്യൂഷൻസിലൂടെയും പ്രൊട്ടസ്റ്റിലൂടെയും ഇന്ത്യൻ ജനതയുടെ പ്രശ്നങ്ങൾ ബ്രിട്ടീഷ് അതോറിറ്റീസിൻ്റെ മുൻപിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ മെയിൻ പോളിസി. അൺഫോർച്ചുനേറ്റ്ലി ദ ബ്രിട്ടീഷ് ഓഫീഷ്യൽസ് ഡിഡ് നോട്ട് പ്രോപ്പർലി കൺസിഡർ ദ. അപ്പം എന്നാൽ ഈ ആവശ്യങ്ങൾ ബ്രിട്ടീഷ് അധികാരികൾ വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല. These leaders studied the root cause of the poverty in British India and those studies formed the ideological base for the national movement. അങ്ങനെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യ ദരിദ്രമായത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ഇവർ പഠിക്കുകയുണ്ടായി. ഈ നേതാക്കൾ, ഈ ലീഡേഴ്സ് എല്ലാം തന്നെ അതിനെപ്പറ്റി ഒരു സ്റ്റഡി ചെയ്യുകയുണ്ടായി. അബൌട്ട് ദി റൂട്ട് കോസ് ഓഫ് പോവർട്ടി ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ കാരണം, അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്നുള്ളതിനെ പറ്റി. അങ്ങനെ അവർ നടത്തിയ പഠനങ്ങളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ആശയപരമായ അടിത്തറ നൽകിയത്. ദ ഐഡിയോളജിക്കൽ ബേസ് എന്ന് പറയുന്ന ആശയപരമായ ഒരു അടിത്തറ അവർക്ക് നൽകിയത് ഈ സ്റ്റഡീസാണ്, ഈ പഠനങ്ങളാണ്. ദെൻ ഡ്രെയിൻ തിയറി, അതായത് ചോർച്ചാ സിദ്ധാന്തം. The drain theory is the major contribution of Dadabhai Naoroji. ദാദാഭായ് നവറോജിയുടെ ഒരു പ്രധാന സംഭാവന, കോൺട്രിബ്യൂഷനാണ് ഡ്രെയിൻ തിയറി. ഇനി എന്താണ് ഈ ഡ്രെയിൻ തിയറി? വാട്ട് യു മീൻ ബൈ ദിസ് ഡ്രെയിൻ തിയറി? There was a drain of wealth from India to England during colonial rule. It was mainly in the form of salary, taxes and gifts. He proved that the economic drain under the British rule is the root cause of poverty in India. അപ്പോൾ ഇന്ത്യയിലെ പോവർട്ടി, ദാരിദ്ര്യത്തിനുള്ള പ്രധാന കാരണത്തെപ്പറ്റി അവർ സ്റ്റഡി ചെയ്തപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയ ഒരു തിയറിയാണ്, ഒരു സിദ്ധാന്തമാണ് അദ്ദേഹത്തിന് പ്രധാന സംഭാവനയായ ഡ്രെയിൻ തിയറി എന്ന് പറയുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ സമ്പത്ത്, ഇന്ത്യയുടെ വെൽത്ത് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലേക്ക് പലതരത്തിൽ ചോർത്തിക്കൊണ്ടു പോവുകയാണ്. ഇറ്റ് വാസ് ഡ്രെയിൻ ഓഫ് ദർ വാസ് എ ഡ്രെയിൻ ഓഫ് വെൽത്ത് ഫ്രം ഇന്ത്യ ടു ഇംഗ്ലണ്ട്. ആൻഡ് ഇത് ഏതൊക്കെ തരത്തിലാണ്, എങ്ങനെയാണ് ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത്, അവർ ചോർത്തിക്കൊണ്ട് പോകുന്നത്? ശമ്പളമായിട്ട്, സാലറി ശമ്പളമായിട്ടും അതുപോലെ സമ്മാനങ്ങളായിട്ടും നികുതിയായിട്ടും ഒക്കെ അവരിവിടുന്ന് സാമ്പത്തിക ചോർച്ച ഉണ്ടാവുകയാണ്. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ഈ ചോർച്ചയാണെന്ന് ദാദാഭായ് നവറോജി സമർത്ഥിക്കുകയുണ്ടായി. Then evaluate the role of moderates in pointing out the British policies. റോൾ ഓഫ് മോഡറേറ്റ്സ്, ബ്രിട്ടീഷ് നയങ്ങൾ തുറന്നു കാട്ടുന്നില്ല മിതവാദികൾ, അതായത് മോഡറേറ്റ്സ് വഹിച്ച പങ്ക്. Yes. They brought the common problems and demands to the notice of the British government by means of petitions, resolutions and protest. പെറ്റീഷൻസിലൂടെയും റെസൊല്യൂഷനിൽ പ്രൊട്ടസ്റ്റിലൂടെയും അവർ ഇന്ത്യൻ ജനതയുടെ പ്രശ്നങ്ങൾ ഭരണാധികാരികളുടെ മുൻപിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയുണ്ടായി. ആൻഡ് ദേ സ്റ്റഡീഡ് ദ റൂട്ട് കോസ്. They studied the root cause of poverty in India and these studies formed the ideological base for the national movement.